ഗൈസ് ഞാനിപ്പോൾ ചെന്നൈയിലാണുള്ളത്. ഞാനൊരു വർക്കിൻ്റെ കാര്യമായിട്ട് വന്നതാണ്. ഇപ്പോൾ നമ്മളുള്ളത് എൻ്റെ മേമ്മയുടെ വീടാണ്. മേമ്മയുടെ വീട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് സ്റ്റേ ഇവിടെയാണ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അവിടെ വീഡിയോ എപ്പോഴും നിങ്ങൾ കാണണമെന്ന് അറിയില്ല. ഇന്നലെ ആ കൂടി ചെന്നൈ മൊത്തം ഇങ്ങനെ കറങ്ങി നടന്ന് ട്രെയിനൊക്കെ പോയി ആകെ ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്ന് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് മെറിന ബീച്ചിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ അടുത്താണ്. ഇവിടെ നിന്ന് കുറേ നാൾ ഈ ചാനലിൽ വീഡിയോസ് ഇട്ടിട്ടില്ല. ഇനി അത് കുറച്ച് കണ്ടിന്യൂസ് കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, വന്നാലേ ബീച്ച് മറ്റേ മെറീന ബീച്ചിലൊന്ന് പോകാനുള്ള ഒരു പ്ലാനാണ്. ഇപ്പം എൻ്റെ ഒരു ടൈമായി ഏകദേശം ഈവനിങ് ആയി. വേഗം എത്തിയാൽ ബാക്കിയിരുന്നു. ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ടൈം 3:30. ഞാനെന്തായാലും ഇതൊരു വ്ളോഗായിട്ട് തന്നെ എടുക്കാമെന്ന് വെച്ചു മെറീന ബീച്ചിലേക്ക് പോണത്. അപ്പോൾ എന്തായാലും വ്ളോഗായിട്ട് കാണാം. ഫുള്ളും കണ്ട മെട്രോ വർക്കാണ്. ചെന്നൈ മൊത്തം മെട്രോയാണ്. ബസ് സ്റ്റോപ്പിലാണ് കണ്ട. ഇവിടെ 25G ഒരു സ്ഥലത്തേക്ക് ഒരു നമ്പറിൽ. അപ്പോൾ നമ്മൾ 25G അതിൽ പോവാം. ഭയങ്കര ക്രൗഡ് സൗണ്ടായിരിക്കും. കേൾക്കണമെന്ന് അറിയില്ല. കണ്ടോ ഫുൾ വർക്കാ. ബസ്സിൽ കയറില്ല. അപ്പോൾ ഞാൻ ബീച്ചിൽ പോകണ ബസ്സിൽ കയറിയാണ്. നമ്മളൊരു 3 മണിക്കൂർ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടാണ്. ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടാവും ട്രാവൽ ചെയ്തിട്ടുണ്ടാവും ബസ്സിൽ. അപ്പോൾ ബീച്ചിലെത്തിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചത് ഇപ്പോൾ സൈഡിൽ നിന്ന്. ഏകദേശം ഒരു 10 കൊല്ലത്തോളം ആയിട്ട് അങ്ങോട്ട് വന്നിട്ട്. ഒരു 10 കൊല്ലം ഉണ്ടാവും ബീച്ച് വന്നിട്ട്. പണ്ട് വന്നതൊന്നും ശരിക്കും ഓർമ്മയില്ല. ഭയങ്കര വലിയ ബീച്ചാണ്. നിങ്ങൾക്ക് ഇതിൽ ക്യാമറയിൽ എങ്ങനെയാണ് കാണണമെന്ന് അറിയില്ല. ഞാനിപ്പോൾ ഇനിയും ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററോളം അങ്ങോട്ട് നടന്നാലേ വെള്ളത്തിൻ്റെ അവിടേക്ക് എത്തുള്ളൂ. പക്ഷെ ചുറ്റും നോക്കിയോളൂ, ഇതിൻ്റെ ഇടയിൽ കടകളും. ബ്രോ സൺസെറ്റ് കണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ സൺസെറ്റ് അവിടെ കാണാൻ പറ്റും. ഇവിടെ സൺറൈസിനെ കടലിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ സൺറൈസ് സമയത്ത് നമുക്കത് കാണാൻ പറ്റുള്ളൂ. ഇവിടെ സൺസെറ്റ് ബാക്കിലാണ്. കടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൺസെറ്റ്. കാണണമെന്നറിയില്ല. ആ ഭാഗത്തൊക്കെ ഫുൾ കാർമേ കാണാണ്ട്. അതിന് മഴ അങ്ങോട്ട് വരുമെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ആ ഭാഗത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്ത് കുറേ കൂട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്താ പ്രത്യേകത എന്നുള്ളത് നോക്കാം. ഈ ഏരിയയിൽ മൊത്തം നമ്മുടെ ഫിഷിംഗ് ബോട്ടുകൾ നിറച്ച് കയറ്റി വെച്ചേക്കാം കേട്ടോ. കണ്ടോ ബാക്കിൽ
ഫിഷിംഗ് ബോട്ടാണ് വരി മൊത്തം മറ്റേ ഉണ്ട്. ഇവിടെ മൊത്തം ഫിഷിംഗ് ബോട്ടുകളാണ്. ഞാൻ എന്തെല്ലാം തിരക്കുള്ള ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. അവിടെ പിന്നെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റി നമുക്ക് വീഡിയോസ് എടുക്കാം. സീഷെൽസ് ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ബീച്ചിൽ തന്നെ കണ്ണകി സെല എന്ന് പറഞ്ഞിട്ട് എൻട്രൻസ് ഉണ്ട്. ആ വഴി നേരെ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. അവരിത് പറയാൻ പറഞ്ഞാട്ടാ. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാം. നടന്നു പോയാണ്ട ഇപ്പോൾ കുറച്ച് നേരം ഇരുന്നാട്ടാ. ഇവിടെ നിന്ന് ഇരുന്ന് കാണാൻ രസം. കുറേ ഇപ്പോൾ സമയം 6 മണിട്ടാ. കണ്ടു സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. സൂര്യൻ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോഴേക്കും അത് മറഞ്ഞു. ഞാൻ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് 6:30 വരെ ഇവിടെ നിൽക്കാൻ വെച്ചിട്ടാ. കഴിഞ്ഞിട്ട് ഇറങ്ങാം. അല്ലെങ്കിൽ വീടെത്തുമ്പോൾ വല്ലാണ്ട് വൈകും. കുതിര സവാരിക്ക് 100 രൂപ കേട്ടോ. എത്ര ദൂരമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ 100 രൂപയാണ് പറഞ്ഞത്. ഇവിടെ ലൈറ്റ്സൊക്കെ ഓണാക്കി തുടങ്ങിയിട്ടാണ്. എനിക്കറിഞ്ഞത് രാത്രിയാണ് ഇവിടെ കൂടുതൽ കടകളൊക്കെ തുറന്ന് എല്ലാം മറ്റേ ഇതൊക്കെ ഉണ്ട്. പൊട്ടാറ്റോ ഫ്രൈസ്, പിന്നെ കുറേ ബജ്ജി കടകൾ, ഗെയിം എല്ലാം ഉണ്ട് ഇവിടെ. பலூன் அங்கே இருக்கு பாருங்க. பலூன் இல்லாத அடிங்க. இன்னொரு சிம்பிளான எடுத்துறோம். அப்படியே அந்த பக்கம் அடிங்க. பார்க்கவே வேணாம். அப்படியே இடத்துல இந்த கம்பி தெரியுதா? நேராக பலூனை பார்த்து ப்ரெஸ் மட்டும் பண்ணுங்க. அது எப்படி வேணா பண்ணுங்க. ப்ரெஸ் மட்டும் பண்ணுங்க. அவ்வளோதான். துணி பார்க்க ரொம்ப கஷ்டம் தான் இது. இங்கே அங்கே பலூன் கிட்ட போக மாட்டேங்க. 10 குண்டு 50 ரூபா. கீழே போகுதுண்ணா. இப்படியே பரவாயில்ல. திருப்பி பிடிச்சிருங்க. கேமரா மாற்றணும். താങ്ക് യു. വെടി വെച്ച് നോക്കിയാട്ടാ ബലൂണിൽ. അത് തന്നെ 10 ഗുണ്ടിന് 50 രൂപ. ട്രൈ ചെയ്ത് നോക്കിയാ. കുറേ നാളത്തെ ആഗ്രഹം. എല്ലാം ഒന്നും കൊണ്ടൊന്നുമില്ല കേട്ടാ. ആ ഒരു 10 എണ്ണത്തിലൊരു 3 4 എണ്ണത്തിലേ കൊണ്ടുള്ളൂ. നിങ്ങൾ കാണുന്ന ഈ ഏരിയ മൊത്തം ഫിഷിൻ്റെ ഏരിയ കേട്ടോ. ഫിഷ് വറുത്ത് കൊടുക്കുന്ന ഏരിയ, ഫിഷ് പൊരിച്ച് കൊടുക്കുന്ന ഏരിയ.
നന്നായി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ബജ്ജി കടയുണ്ട്. കുറച്ച് ബജ്ജി കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. എവ്വളോ 2 கொடுங்க. இல்லாட்டி ஒரு பிரெட் பஜ்ஜியும் ஒரு காய் பஜ்ஜியும் போட்டுக்கலாம். മറ്റേ കിളി ജ്യൂസ് എന്ന് പറയില്ലേ, അത് ഇവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തിട്ട് പറയണേ, നമുക്ക് നോക്കാം. அருண் ஓகே பண்ணிட்டீங்களா? அருண் நினைச்ச காரியங்கள்லாம் முடியணும். சாமி கடவுளை தெய்வங்களை நினைச்சிப்பார். எழுதிட்டீங்களா? புஷ்பி டான்ஸ் டான்ஸோட டான்ஸ் டான்ஸ் பேர் என்ன? மீனா. மீனா நல்ல டான்ஸ் மீனா. அதான் ஐயா, உங்களுக்கு வந்திருப்ப வேண்டியான ஜோசியை நல்லா இருக்குண்ணே. முருகனே வந்திருக்கு, 2 பொண்டாட்டிக்கார். சொல்கிறேன் கேளுங்க, புரியல? தெரியும் தெரியும். ரைட். உங்கள் பேர் ராசியில் வந்து கையை போட்டாக்க எவ்வளோ சம்பாதிச்சாலும் இப்போ நிற்காது. 10 ரூபா வந்தால் 20 ரூபா செலவாகும். சொந்தக்காரங்கனால இது வரைக்கும் இப்போ உங்களுக்கு பணம் இல்லை. இது உங்கள் மன வயிறாக்க புத்தியை கொண்டு தான் இது வரைக்கும் இப்போ நீங்கள் வாழ்ந்துக்கிட்டு வாரீங்க. உங்கள் மனசில் எதிர்பார்க்குற காரியம் இன்னும் தான் ஜெயமாகும். எந்த இடம் போனாலும் இப்போ 2 மனசோட போகக்கூடாது, ஒரே மனசோட தான் போயிட்டு வரணும். நல்ல சிநேகிதர்கள்லாம் இன்னும் தான் வந்து கூடுவாங்க. சொந்தக்காரங்க பகையாக இருக்கிறவங்க எல்லாம் இப்போ உறவாடி வராங்க. அடுத்தவங்க பேச்செல்லாம் நீங்கள் கேட்காதீங்க. உங்கள் சொந்த புத்தியால் இருங்க. பணம் காசு விஷயமாக இருந்தாலும் இன்னும் தான் கிடைக்கும். இன்னும் 2.25 வருஷத்துக்குள்ளே ஒரு வீடு, மன, வண்டி, வாகனம் வாங்க வேண்டிய ராசிலாம் உங்களுக்கு இருக்குது. வெளியூர்னா போகலாம். இப்போ நீங்கள் நினச்சி போகிற காரியம் இப்போ நடக்கும். நம்பி இருங்க, முருகன் துணை இருக்குன்னு சொல்லுது. நல்லா இருக்கியா? கையில் ஒரு சீட் எடுங்க. முருகனே உனக்கு துணை இருக்கு, தெய்வ துணை. சோரி போடுங்க. குளிக்க போடுங்க. 3 விழுந்துருக்கு ஐயா. உங்களை யாரும் ஒன்றும் செய்ய முடியாது. சிம்மராசி 7 விழுந்துருக்கு. ஆயுஷெல்லாம் 100. இன்னொரு ஆட்டை போட்டு 6 7 நல்ல பலன் புரியுதா? அந்த வருஷம் நல்ல காரியங்கள்லாம் நடக்கும். எங்கே போனால் கொஞ்சம் இருக்குது. இந்த கண் திஷ்டி போகாமல் தான் நிறையா இருக்குது. புரியுதா? கண் திஷ்டி போகாமல் ரொம்ப இருக்குது. திஷ்டி கழிவு பாரு. தேங்க்ஸ் சார். நல்லா இருக்கு. யாராவது ஃப்ரெண்டுங்க வந்தால் கூட கூட்டுவாங்க ஜோசி. கேரளாவிலேருந்து வரேன். கேரளாவிலேருந்து வரேன். ஆமாம். சக்கம்மா வாக்கு சகலமும் சொல்லு, காமாட்சியம்மா கருமாரி சொல்லு. அன்ன ரேகை இருக்குது, தன ரேகை இருக்குது, ஆயில் ரேகை இருக்குது. ஆயிலுக்கெல்லாம் ஒரு குறையும் வராது தம்பி. தள்ளாத வயசு வரைக்கும் நல்லா இருப்பீங்க. அது மாதிரி பார்த்தீங்கன்னா பில்லி சூனியம் ஏவல் எதுவுமே இல்லை உங்கள் கைக்கு. நல்ல ஒரு கைராசியாக இருக்குது உங்களுக்கு. யாரையும் சந்தேகப்படுவீங்க நீங்கள். இவங்க பேசுகிற தப்பா, இவங்க சொல்கிறது தப்பா, யார் பேச்சை கேட்கலாம், யார் பேச்சை கேட்கக்கூடாதுன்னு டவுட் இருந்துக்கிட்டே இருக்கும். பாடுபட்டு பலன் இல்லை. எவ்வளோ தான் சம்பாதிச்சாலும் மிச்சம் வைக்க முடியாது. அது மாதிரி உங்கள் குடும்பத்தில் ஏகப்பட்ட பிரச்சனை, குழப்பம், கோளாறு இருக்குது. அது படிப்படியாக குறையும் உங்களுக்கு. கண் திருஷ்டி போகாமல் போட்டி நிறையா இருக்குது. அதை சரி பண்ணிக்கோங்க. நல்ல ஒரு மாற்றம் கிடைக்கும். ஃப்ரெண்டுங்கனால ஏகப்பட்ட பிரச்சனை சந்திச்சுருப்பீங்க. இனிமேல் வர்ற ஃப்ரெண்டுங்கனால நன்மை கிடைக்கும். வெளியூர் பயண வேலைலாம் இருக்குது. போக நினச்சா போகலாம். சரியா? கையை மடக்கு. சொந்தத்தில் பொண்ணு கிடைக்காத தம்பி, வெளி பொண்ணு அமைப்பு கிடைக்கும். அதெல்லாம் தேவையில்லை. அதெல்லாம் தேவையில்லையா? ஏன் தேவையில்ல? நிறைய வேலை முடிக்க வேண்டியது. அதெல்லாம் முடிச்சிடுவீங்க நீங்கள் மனசு வச்சா. சரியா? இனிமேல் வர்ற வருஷம் நல்லாயிருக்கும். ஒன்றும் பிரச்சனை இல்லை.
சரியா? ஓகே. வேற எதுவும் கேட்கணுமா? வேறு இப்போ நான் ஒரு விஷயம் வந்து இங்கே தான் சென்னைக்கு வந்தேன். அது நடக்குமா நடக்காத? வேலை விஷயமாவா? வேலை மாதிரின்னு சொல்லலாம். அதெல்லாம் நடக்கும் தம்பி. நாலா பக்கமும் இருந்த குழப்பம்லாம் போயிடுச்சு. இனிமேல் வர்ற ராசியெல்லாம் உங்களுக்கு வெற்றி தான் கிடைக்கும். சரியா? അപ്പോൾ കിളി ജോത്സ്യവും മറ്റേ കൈരേഖയ്ക്ക് നോക്കിയില്ല. ഏകദേശം രണ്ടുപേരും ഒരേപോലെ പറഞ്ഞ രണ്ടും ഒരേപോലെ എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ അത് തന്നെ എല്ലാവർക്കും അത് തന്നെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. അല്ല ചില കാര്യങ്ങളിപ്പോൾ അവർ പറയണ പോലെ തന്നെയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞുകൊണ്ട് കേട്ടോ. ആ ഇരുട്ടായി. ഞാനിപ്പോൾ ഇവിടുന്ന് മെയിൻ റോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. തിരക്കണ്ടവിടെ എല്ലാവരും കഴിഞ്ഞ് പോവാം. അപ്പോൾ കഴിഞ്ഞുട്ടാ. അപ്പോൾ റോഡെത്തി. അപ്പോൾ ചെന്നൈ മെറീന ബീച്ചിൻ്റെ വ്ളോഗ് റോഡ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.